ഹലോ നമസ്കാരം. ഹൊലാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഓസ്ട്രേലിയ ചൂസ് ചെയ്യാനുള്ള 10 റീസൺസ് എന്തൊക്കെയാണ്, സ്റ്റഡി അബ്രോഡിന് എന്തുകൊണ്ട് ഓസ്ട്രേലിയ ഒരു ഫേവററ്റ് ഡെസ്റ്റിനേഷൻ ആണ് എന്ന് പറയുന്നതാണ് ഈ വീഡിയോ. മൊത്തത്തിൽ കാണുക 10 ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ടു ചൂസ് ഓസ്ട്രേലിയ ആസ് എ സ്റ്റഡി ഡെസ്റ്റിനേഷൻ. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ചെറിയൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നമ്മൾ ദുബായിലേക്ക് വരുന്നതെല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. അപ്പോൾ +2 കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഓസ്ട്രേലിയയിൽ പഠിക്കാനായിട്ട് പറ്റുന്ന ബെസ്റ്റ് ഓപ്ഷൻസ് എന്തൊക്കെയാണ്, PR സാധ്യതയുള്ള, അതുപോലെ തന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള കോഴ്സസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്നൊക്കെയാണ് നമ്മൾ ദുബായിലേക്ക് എത്തുന്നത്? നവംബർ 7-ാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം 3 മണിക്ക് റുവൈസിലുള്ള റിമാൽ ഹോട്ടലിൽ വെച്ചും, അതുപോലെ തന്നെ സൺഡേ നവംബർ 9-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് കരാമയിലുള്ള DoubleTree by Hilton, M-Squareലെ DoubleTree by Hiltonൽ വെച്ചുമാണ് നമ്മൾ ഈ സെമിനാർ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ മിസ്സാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് നിങ്ങൾ നമ്മൾ കാണിക്കുന്ന നമ്പറിലേക്ക് സെമിനാർ എന്ന് ഒരു മെസ്സേജ് അയച്ചാൽ മതിയാവും. അതിൻ്റെ ഒപ്പം തന്നെ ഇനി അങ്ങനെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ രജിസ്ട്രേഷൻ ഫോം ആഡ് ചെയ്തിട്ടുണ്ട്, അത് ഫില്ല് ചെയ്താലും മതിയാവും. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ വെച്ച് കാണാം. ഓക്കെ, നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ 10 പോയിന്റ്സ് ആണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 10ാമത്തെ പോയിന്റ്, പ്ലാൻഡ് മൈഗ്രേഷൻ. ഓസ്ട്രേലിയയിൽ പ്ലാൻഡ് ആയിട്ടുള്ള മൈഗ്രേഷനാണ് ഇപ്പോഴും നടക്കുന്നത്. ഇപ്പം ഓരോ വർഷവും ഇത്ര നമ്പർ ഓഫ് സീറ്റ്സ് മൈഗ്രേഷന് വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് പല കാറ്റഗറികളിലാണ്. അതിനെപ്പറ്റി ഒരു നല്ല കാൽക്കുലേഷൻ നടക്കാറുണ്ട്. വെൻ കമ്പയർ ടു അതർ വെസ്റ്റേൺ കൺട്രീസ്, ഓസ്ട്രേലിയക്ക് ഉള്ളത് ഈ പ്ലാനിങ് ആണ്. മറ്റുള്ള രാജ്യങ്ങളിൽ ഫെയിൽ ആവുന്ന കാര്യങ്ങൾ എന്താണെന്ന് ക്ലോസ്ലി ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഓസ്ട്രേലിയൻ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ശക്തമായ ഇൻപുട്സ് കൊടുത്തതിന് ശേഷമാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇമിഗ്രേഷൻ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്ലാൻഡ് മൈഗ്രേഷൻ ഉള്ളതുകൊണ്ട് ഒരു ക്വാളിറ്റിയും സസ്റ്റൈനബിളായിട്ടുമാണ് ഓസ്ട്രേലിയയുടെ ഗ്രോത്ത്. പെട്ടെന്ന് ഗേറ്റ് തുറന്നു വിട്ട് കുറേ പേരെ കൊണ്ടുവരില്ല, നല്ല രീതിയിൽ സ്ക്രീനിങ് ഉണ്ട്. ഇത് കൂടുതലാണ് എന്ന് പറയുന്നത് നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ മാറുന്ന കാലഘട്ടത്തിൽ ഈ വളരുന്ന എക്കണോമിയിൽ ഇത്രയെങ്കിലും മൈഗ്രേഷൻ ഓസ്ട്രേലിയയിൽ കൊണ്ടുവന്നില്ലെങ്കിൽ ഓസ്ട്രേലിയ പിന്നിലേക്ക് പോകും. അപ്പോൾ അത് പോവാതിരിക്കാൻ വേണ്ടി ഓസ്ട്രേലിയയിലെ ഒരു വലിയ എക്കണോമിയുടെ ഒരു കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടർ കൂടിയാണ് മൈഗ്രേഷൻ. അതുകൊണ്ട് പ്ലാൻഡ് മൈഗ്രേഷൻ ആണ് നമ്പർ 10 പോയിന്റ്. 9th പോയിന്റ്, ഇനഫ് മലയാളി കമ്മ്യൂണിറ്റി. അപ്പോൾ അതൊരു എടുത്ത് പറയത്തക്ക പോയിന്റ് ആണോ എന്ന് ചോദിച്ചവർക്കൊക്കെ അറിയായിരിക്കും അല്ലേ? കാരണം എവിടെയെങ്കിലും പോയാലും നമ്മുടെ നാട്ടിലെ ആൾക്കാരെ കാണുന്നതും അവരുള്ളതും ഒരു ആശ്വാസമായിട്ട് കരുതുന്ന ഒരുപാട് മലയാളികളുണ്ട്. അപ്പോൾ അതിലൊരു പഞ്ഞവും ഇല്ല ഇവിടെ. നമ്മൾ എവിടെ ചെന്നാലും, എത്ര റീജിയണൽ ഏരിയയിൽ ചെന്ന് കഴിഞ്ഞാലും അവിടെ ഒരു മലയാളി ഉണ്ടാവും. അതെ, അപ്പോൾ ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും ഒക്കെ നമുക്ക് ഏത് റിമോട്ട് ഏരിയയിൽ പോയാലും നമുക്ക് മലയാളിയെ കാണാൻ പറ്റും. ഒരുപാടുണ്ട് എന്നല്ല ഞാൻ പറയുന്നത്. മലയാളികൾക്കൊരു ഗുണമുള്ളത്, ഒരു വലിയ ഷോ ഓഫ് ഇല്ല. പലപ്പോഴും മലയാളിയാണെന്ന് അവർ സ്വകാര്യതയോടെ അല്ലെങ്കിൽ ചുരുക്കത്തിൽ മലയാളം സംസാരിക്കുമ്പോഴായിരിക്കുന്നത്. അല്ലാതെ നമ്മൾ മലയാളി അസോസിയേഷൻസിലും പള്ളിയിലും ഒക്കെ ചെല്ലുമ്പോഴാണ് കൂടുതലും മലയാളീസിനെ മീറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ മറ്റുള്ള കമ്മ്യൂണിറ്റീസിനെ വെച്ച് നോക്കിക്കഴിയുമ്പോൾ കുറച്ചെങ്കിലും ഇവിടുത്തെ കൾച്ചറുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പോകുന്ന ആൾക്കാർ ഉണ്ട്. കുറച്ചുകൂടെ എന്താ പറയുക, ഈ ഇവിടുത്തെ കൾച്ചറിനെ എംബ്രേസ് ചെയ്യുന്നൊരു സൊസൈറ്റിയാണ് മലയാളി. അപ്പോൾ ആ മലയാളി കമ്മ്യൂണിറ്റിയുടെ ശക്തി നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനും പറ്റും. ഇവിടെ ഉണ്ട്, നല്ലൊരു മലയാളി കമ്മ്യൂണിറ്റി ഉണ്ട്. എസ്പെഷ്യലി ഇപ്പോൾ ചില കുട്ടികൾ നമ്മളെ കോൺടാക്ട് ചെയ്യുമ്പോൾ ആദ്യം ഇംഗ്ലീഷിൽ സംസാരിച്ചിട്ട് പിന്നെ മലയാളിയാണോ എന്ന് ചോദിച്ചിട്ട് ഒരു ദീർഘനിശ്വാസം വിട്ടിട്ടാണ് അയ്യോ ചേട്ടാ ചേച്ചി എന്ന് പറഞ്ഞ് സംസാരിക്കുന്നത്. അതൊരു വലിയ ആശ്വാസം തന്നെയാണ് അല്ലേ? അതെ. അപ്പം ഞങ്ങൾക്ക് ഹൊലാ വേൾഡിൻ്റെ ഒരു അഡ്വാൻറ്റേജും അതാണ്. ഓസ്ട്രേലിയയിലുള്ള മലയാളി ആയിട്ട് സ്റ്റുഡൻറ്റ് ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കൺസൾട്ടൻസി ഞങ്ങളെ ഉള്ളൂ എന്ന് എനിക്ക് തോന്നാറുണ്ട്. അതായത് സ്റ്റുഡൻറ്റ് സെൻട്രിക്കായിട്ടാണ് നമ്മുടെ ബിസിനസ് മോഡൽ ഓടുന്നത് തന്നെ. അപ്പം സ്റ്റുഡൻസിന് വേണ്ടി ഒരു സ്റ്റുഡൻറ്റാൽ തുടങ്ങപ്പെട്ട ഒരു സ്ഥാപനം കൂടിയാണ്. അപ്പോൾ ഇനഫ് മലയാളി കമ്മ്യൂണിറ്റി എന്നുള്ള പോയിന്റ് ഇനഫായി. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് കിടക്കാം. 3 types of categories ഉണ്ട് ഓസ്ട്രേലിയയിൽ. അപ്പോൾ കാറ്റഗറീസ് ഓഫ് പ്ലേസസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലേസസ് അതേറെ. അപ്പോൾ നമുക്ക് PR ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്, ശാന്തമായ സ്ഥലങ്ങളുണ്ട്, അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ലിവിങ് കുറവുള്ള സ്ഥലങ്ങളുണ്ട്. അത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. കാറ്റഗറി 1 ആണ് മേജർ സിറ്റീസ്. നമുക്ക് എല്ലാവർക്കും അറിയാം, സിഡ്നി, മെൽബൺ, ബ്രിസ്ബെയിൻ. ഇത് 3 ആണ് കാറ്റഗറി 1. കാറ്റഗറി 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ റീജിയണൽ ഏരിയാസ് ആണ്. പെർത്ത്, അഡ്ലെയ്ഡ്, വോളങ്ങോങ്, ന്യൂ കാസിൽ, ഇതൊക്കെ കാറ്റഗറി 2 വരുന്ന ഗോൾഡ് കോസ്റ്റ്, ഒരു മിഡ് റേഞ്ചിൽ നിൽക്കുന്ന റീജിയണൽ ഏരിയാസ് ആണ്. ഇനി തീർത്തും റീജിയണൽ ആയിട്ടുള്ള ഓസ്ട്രേലിയൻ ഔട്ട്ബാക്സ് ഉണ്ട്. അതെന്ന് പറയുന്നത് ഡാർവിൻ, ലോൺസിസ്റ്റൺ, പിന്നെ അതുപോലെ തന്നെ വാഗ തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ കാറ്റഗറി 3 വരുന്നതാണ്. പോപ്പുലേഷൻ നന്നേ കുറവായിരിക്കും. അപ്പോൾ നമുക്കറിയാം കാറ്റഗറി 3 ആണെങ്കിൽ PR കിട്ടാൻ ഏറ്റവും എളുപ്പമാണ് ഡാർവിൻ പോലെയുള്ള സ്ഥലങ്ങൾ അല്ലേ. അപ്പോൾ അവിടെ വികസനം കുറച്ച് കുറവായിരിക്കും കമ്പാരിറ്റീവ്ലി. പക്ഷേ ഓസ്ട്രേലിയ PR കിട്ടാൻ പാടാണ് എന്നൊക്കെ പറയുന്നവർ നമ്മുടെ മൈൻഡ് സെറ്റ് ഒന്ന് സെറ്റാക്കിയാൽ മതി. സർക്കാർ എന്താ പറയുന്നത്, റീജിയണൽ ഏരിയ മൈഗ്രേഷൻ അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. സ്റ്റിൽ ദർ ആർ ലോഡ് നമ്പർ ഓഫ് ഇൻവിറ്റേഷൻസ് കമ്മിങ് ഇൻ 491 ഏരിയ, 190. അതൊക്കെ ഇവിടുത്തെ സ്റ്റുഡൻസ് എടുക്കുന്നതിനേക്കാളും വിദേശത്തു നിന്നുള്ള ആൾക്കാർ അപ്ലൈ ചെയ്തെടുക്കുക ചെയ്യുന്നത്. പക്ഷേ സ്റ്റുഡൻസിന് ഇവിടെ എല്ലാം നല്ല ഹൈലൈറ്റ് ഉള്ളതാണ്. ഞങ്ങളെപ്പോഴും പറയുന്നുണ്ട് PR കൂടി നോക്കണം. അപ്പോൾ PR ഒന്നും വേണ്ട, എനിക്ക് ഇവിടുന്ന് പഠിച്ചിട്ട് പോയാൽ മതി എന്ന് ഫാഷനോടെ പറയുന്ന പല കുട്ടികളും
ഓസ്ട്രേലിയ വന്ന് 2 കൊല്ലം പഠിച്ചു കഴിഞ്ഞ് ഒരു പ്രൊഫഷണൽ ജോബ് കിട്ടിക്കഴിയുമ്പോൾ മനസ്സിലാക്കാം ദ ഡിഫറൻസ് ഓഫ് ഓസ്ട്രേലിയൻ ലൈഫ്, ദ വേ ക്വാളിറ്റി ഓഫ് ലൈഫ്. അവർക്കൊക്കെ പിന്നെ PR വേണം. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടി മുൻകൂട്ടി പറയുകയാണ് റീജിയണൽ ഏരിയാസിൽ നല്ല യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. വൈസായിട്ട് ഡിസിഷൻ എടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം കുറച്ചുകൂടെ കളർഫുൾ ലൈഫും അടിച്ചുപൊളിയാക്കാൻ പറ്റുന്ന സ്ഥലം സിഡ്നി, മെൽബൺ, ബ്രിസ്ബെയിനൊക്കെ ആയിരിക്കും ഒരു പക്ഷേ സിറ്റി ലൈഫൊക്കെ നമുക്ക് മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഇവിടെ നിന്നിട്ട് തന്നെ എനിക്ക് PR വേണമെന്ന് വാശി പിടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരത്തില്ല. അപ്പോൾ ആ ട്രെൻഡ് അനുസരിച്ച് റീജിയണൽ ഏരിയയിൽ പഠിക്കുക, എന്നിട്ട് ജോബിന് വേണ്ടി സിഡ്നി, മെൽബൺ, ബ്രിസ്ബെയിൻ പോലെയുള്ള സ്ഥലങ്ങൾ നോക്കുക എന്ന് പറയും കേട്ടോ. ഇപ്പോൾ ഈ 5 ഇയർ സ്റ്റുഡൻറ്റ് ഞാൻ എപ്പോഴും റീജിയണൽ ഏരിയയിലെ പഠിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് ഏറ്റവും വലിയ മെസ്സേജ്. അപ്പം കാണുന്ന സാധാരണക്കാരായ സ്റ്റുഡൻസ് വെൻ ദേ മേക്ക് എ ഡിസിഷൻ, ടേക്ക് ഇൻഫോംഡ് ഡിസിഷൻ. സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെപ്പോലെ എക്സ്പേർട്സിനോട് ചോദിച്ചിട്ട് ഡിസിഷൻ എടുക്കുന്നത് നമ്മൾ ഇടയ്ക്ക് കാണാറുണ്ട്. യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉള്ള വ്ളോഗേഴ്സൊക്കെ ചിലപ്പോൾ ഒരു കുറച്ച് പേരൊക്കെ നമ്മൾ കാണാറുണ്ട്. പഠിച്ചത് റീജിയണൽ ഏരിയയിലായിട്ടായിരിക്കും. എന്നിട്ട് അവർ പഠിച്ച ഫീൽഡിൽ ജോലി കിട്ടാണ്ട് അവർ വേറൊരു കോഴ്സിലേക്ക് എൻറോൾ ചെയ്യും. എന്നിട്ട് അത് സിഡ്നി, മെൽബൺ, ബ്രിസ്ബെയിൻ പോലത്തെ സിറ്റീസിലേക്ക് വരും. ഏറ്റവും മണ്ടത്തരമാണ് അത് ചെയ്യുന്നത്. റീജിയണൽ ഏരിയയിൽ തന്നെ പഠിക്കാൻ നോക്കുക. ആ പോയിന്റ്സ് കിട്ടാനും അവിടുന്ന് വഴി 491 ഇൻവിറ്റേഷൻ കിട്ടാനും. അപ്പോൾ ഞാൻ ഈ സ്റ്റുഡൻസിൻ്റെ ജേർണി ഒത്തിരി കണ്ടിട്ടുള്ളതുകൊണ്ട് പറയാണ്, ഒരുപാട് കുട്ടികൾ റോങ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുത്തിട്ട് അവർക്ക് വേറെ ആരെയും പഴിക്കാനില്ല, സ്വയമേ പഴിക്കേണ്ട ഒരവസ്ഥ വന്നിട്ട് ദേ ഗോ ഇൻ ടു ഡിപ്രഷൻ ആസ് വെൽ. അപ്പോൾ അതൊക്കെ അറിയാവുന്നതുകൊണ്ട് ട്രൈ ടു ടേക്ക് എ റീജിയണൽ യൂണിവേഴ്സിറ്റി വൈൽ സ്റ്റഡിങ്. അപ്പം ഇതൊക്കെയാണ് കാറ്റഗറി 1, 2, 3. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർക്ക് എന്താണോ വേണ്ടത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നാട്ടിൽ നല്ല ബിസിനസ് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ആൾക്കാർ അവരുടെ മക്കളെ വിടുമ്പോൾ ദേ ക്യാൻ സ്റ്റഡി ഇൻ എനി പ്ലേസ്. സിഡ്നി, മെൽബൺ, ബ്രിസ്ബെയിൻ ഒക്കെ എൻജോയ് ചെയ്യണമെന്ന് ഞാൻ പറയും. അല്ലാതെ ഉള്ളവർ ഇപ്പോൾ ഇവിടെ വന്ന് പെർമനൻറ്റ് റെസിഡൻസിയൊക്കെ നിങ്ങളുടെ ഒരു ചെറിയ പ്ലാനിലെങ്കിലും ഉണ്ടെങ്കിൽ, തോട്ട് പ്രോസസ്സിൽ എങ്കിലും ഉണ്ടെങ്കിൽ റീജിയണൽ യൂണിവേഴ്സിറ്റീസിനെ കൂടുതൽ തിരഞ്ഞെടുക്കുക. അവിടെയും നല്ല ഗ്രൂപ്പ് ഓഫ് 8 യൂണിവേഴ്സിറ്റീസിലേക്ക്, അഡലേഡ് യൂണിവേഴ്സിറ്റി, വെസ്റ്റേൺ ഓസ്ട്രേലിയ, കർട്ടിൻ, അല്ലേ, വൊല്ലങ്ങോങ്, കാൻബറ, ഇങ്ങനെ ഇഷ്ടംപോലെ നല്ല യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ന്യൂകാസിൽ പേരെടുത്ത് പറയണം. അപ്പം അതെ, അതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഗവൺമെൻറ്റിന് കൂടുതലും വരും വർഷങ്ങളിൽ റീജിയണൽ യൂണിവേഴ്സിറ്റീസിലാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. അതിന് വേറൊരു അർത്ഥം കൂടി ഉണ്ട്. ആ ഒരു റീജിയണൽ സൈഡിലേക്കുള്ള മൈഗ്രേഷൻ ആയിരിക്കും കൂടുതൽ വരിക. അപ്പം വയസ്സായിട്ടുള്ള തീരുമാനങ്ങളുടെ 3 ടൈപ്സ് ഓഫ് കാറ്റഗറി കാരണം കാറ്റഗറി 1 കിട്ടുന്നതിനേക്കാൾ 1 കൊല്ലം കൂടുതൽ സ്റ്റേ ബാക്ക് കാറ്റഗറി 2 കിട്ടും. കാറ്റഗറി 3 വീണ്ടും 1 more year ഓഫ് എക്സ്ട്രാ സ്റ്റേ ബാക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ പല ചോയ്സസ് ഓസ്ട്രേലിയ ഓഫർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ പോയിന്റ് നമ്പർ 8. നമുക്കിനി പോയിന്റ് 7ലേക്ക് പോകാം. ജോബിന് മാത്രമല്ല ബിസിനസ് ചെയ്യാൻ ഇവിടെ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഓസ്ട്രേലിയയിലെ ബിസിനസ് ചെയ്യാൻ വളരെ ഈസിയാണ്. നമുക്ക് ഒരു സ്റ്റുഡൻറ്റിനെ പോലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഓസ്ട്രേലിയൻ ബിസിനസ് നമ്പർ അപ്ലൈ ചെയ്ത ഒരാഴ്ചക്കകത്ത് കിട്ടും. ആൻഡ് ദേ ക്യാൻ ഈവൻ വർക്ക് ഫ്രം ഹോം ആൻഡ് സ്റ്റാർട്ട് ദെയർ ഓൺ ബിസിനസ്. ഇറ്റ്സ് വെരി ഈസി ടു റൺ എ ബിസിനസ് ഇൻ ഓസ്ട്രേലിയ. ഇപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് ഒരു കുറച്ച് കാലത്തെ എക്സ്പീരിയൻസിന് ശേഷം പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്ത് കഴിഞ്ഞ് ബിസിനസ്സിലേക്ക് പോകാറുണ്ട്. അപ്പോൾ അതിനും ഫേവറബിൾ ആയിട്ടുള്ളൊരു കൺട്രിയാണ് ഓസ്ട്രേലിയ. ലെറ്റ്സ് കം ബാക്ക് ടു നെക്സ്റ്റ് പോയിന്റ്, 6th പോയിന്റ്, എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന കാര്യത്തിൽ പേര് കേട്ട ഒരു കൺട്രിയാണ് UK. പക്ഷേ UK-യിലേക്കാണ് ആൾക്കാർ എപ്പോഴും ഇടിച്ചു കയറി പോകുന്നത്. കാരണം അവിടെ റിലാക്സ്ഡ് ആയിട്ടുള്ള റൂൾസ്. റിലാക്സ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഫ്രീ ആയിട്ടോ അല്ലെങ്കിൽ ഈസി ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഓർക്കുക ദാറ്റ് ഇസ് നോട്ട് വെരി ഗുഡ് ഇനഫ്. അപ്പോൾ അത് നോക്കുക. ഓസ്ട്രേലിയയിലേക്ക് വരാൻ അല്പം ടഫാണെങ്കിലും പിന്നീട് നിങ്ങൾക്ക് PR-ലേക്ക് പോകാനും സാലറി ത്രഷോൾഡും ഇതെല്ലാം കൂടുതലാണ് ഓസ്ട്രേലിയയിൽ. അതൊക്കെയാണ് ഓസ്ട്രേലിയയെ വ്യത്യസ്തമാക്കി നിർത്തുന്നത്. എങ്ങനെയാണ് ഓസ്ട്രേലിയക്ക് ഇത്രയും നല്ലൊരു എക്കണോമി കെട്ടിപ്പടുക്കാൻ പറ്റുന്നത് വെച്ചാൽ മൈനിങ്ങിന് ഇഷ്ടം പോലെ സ്ഥലം കിടക്കും. ഇറ്റ്സ് എ ബിഗ് കോണ്ടിനെൻ്റ് അല്ലേ. അപ്പോൾ എത്രയും സ്ഥലമുള്ളതുകൊണ്ട് ആ എക്കണോമിയെ ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഇവിടെ എല്ലാം ഓർഗനൈസ്ഡ് ആണ്, വളരെ പ്ലാൻഡ് ആണ്. അതുകൊണ്ട് തന്നെ ആരെയും ഊറ്റിയിട്ടോ പിഴിഞ്ഞിട്ടോ ഇവർക്ക് കാശുണ്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക. നമുക്കറിയാം 2012 UK-യിൽ ഇപ്പോൾ പോയി പഠിച്ചിട്ട് ഒത്തിരി പേര്, അന്നൊരു ട്രെൻഡായിരുന്നു, പഠിച്ചിട്ട് തിരിച്ചു വരേണ്ടി വന്നു. സ്റ്റേ ബാക്ക് ഇല്ല, PR-ലേക്ക് ലീഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ റീസെൻ്റായിട്ട് അവർ വളരെ അട്രാക്റ്റീവായിട്ട് എടുത്തു. അപ്പോൾ തന്നെ എന്താ റിലാക്സ്ഡ് ആയിട്ട് കുറേ IELTS ഇല്ലാതെ പോകാം എന്നൊക്കെ പറഞ്ഞ് പല ഓഫേഴ്സും വെച്ചു. അവരെല്ലാം തിരിച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു പരിധിയിൽ കൂടുതൽ കുട്ടികൾ പോയിട്ടുണ്ട് വിദേശത്തേക്ക്, UK പോലെയുള്ള കൺട്രീസിലേക്ക്. അപ്പം നിങ്ങൾ ഓർക്കുക, ഓസ്ട്രേലിയക്ക് എപ്പോഴും ഒരു ക്വാളിറ്റി സ്റ്റാൻഡേർഡ് അല്പം കൂടുതലാണ്. എല്ലാവർക്കും വരാൻ പറ്റിയെന്ന് തരത്തില്ല, ദാറ്റ് ഈസ് അൺഫോർച്ചുനേറ്റ്. പക്ഷേ വരുന്നവർക്ക് കമ്പാരിറ്റീവ്ലി വെൻ കമ്പയർ ടു അതർ വെസ്റ്റേൺ കൺട്രീസ് നന്നായി ട്രീറ്റ് ചെയ്യും. എക്സ്പ്ലോയിറ്റേഷൻ കുറവാണ്. ഫോർ എക്സാമ്പിൾ കോവിഡിൻ്റെ സമയത്ത് ഇവിടെ പഠിച്ച കുട്ടികൾക്ക് എത്രയോ കൊല്ലം സ്റ്റേ ബാക്ക് എക്സ്ട്രാ കൊടുത്തു എന്നറിയാം. അതുപോലെ ജോലി ഇല്ലാതിരുന്ന സമയത്ത് സാലറി അവരുടെ അക്കൗണ്ടിലേക്ക് ഇടും. ബിക്കോസ് ഓഫ് കോവിഡ് ഇഫ് ദേ ആർ ടേക്കിംഗ് എ 1 week ബ്രേക്ക് സാലറി കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു നേച്ചർ രണ്ട് ഗവൺമെൻറ്റുകൾക്കും മാറി വരുന്ന ഗവൺമെൻറ്റുകൾക്കും ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ഓസ്ട്രേലിയ ഈസ് ബെസ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത പോയിന്റ് എന്താണെന്ന് നോക്കാം.
5th പോയിന്റ് ആണ് QS റാങ്കിങ്സ്. നമ്മുടെ ടോപ്പ് യൂണിവേഴ്സിറ്റീസ് മൊത്തം 42 യൂണിവേഴ്സിറ്റീസ് ആണ് ഇപ്പോൾ ഓസ്ട്രേലിയയിലുള്ളത്. ഈ 42 യൂണിവേഴ്സിറ്റീസിലെ ഭൂരിഭാഗവും 1000 താഴെ റാങ്കിങ് ഉണ്ട്, 500 താഴെ റാങ്കിങ് വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ ആവറേജ് റാങ്കിങ് ഓഫ് ഓസ്ട്രേലിയ ഈസ് ഫാർ ബെറ്റർ വെൻ കമ്പയർഡ് ടു അതർ വെസ്റ്റേൺ കൺട്രീസ്. നമുക്ക് UK-ലോ US-ലോ ഒക്കെ ഒരുപാട് റാങ്കിങ് കുറവുള്ള യൂണിവേഴ്സിറ്റീസും ഉണ്ട്, അങ്ങോട്ട് ഒരുപാട് ആൾക്കാർ പഠിക്കാൻ പോകുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഓവറോൾ ആവറേജ് റാങ്കിങ് QS റാങ്കിങ് നിങ്ങൾ പരിശോധിക്കുമ്പോൾ ഓസ്ട്രേലിയയുടെ റാങ്കിങ്സ് ആർ വെരി ഗുഡ്. നല്ല റാങ്കിങ് ഉള്ള ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഈവൻ റീജിയണൽ ഏരിയ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഞാൻ വീണ്ടും പറയുകയാണ്, റീജിയണൽ ഏരിയ യൂണിവേഴ്സിറ്റീസിനെ നിങ്ങളൊന്ന് പരിഗണിക്കണം ഒരു സ്റ്റഡി അബ്രോഡ് ആപ്ലിക്കേഷൻ ഓസ്ട്രേലിയക്ക് ഇടുമ്പോൾ. 4ാമത്തെ പോയിന്റ് എന്താണ്? ക്ലൈമറ്റ്. ഇത് വലിയൊരു ഫാക്ടറാണ്. പ്രത്യേകിച്ച് നമ്മൾ കാനഡ, UK തുടങ്ങിയ എക്സ്ട്രീം ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ഉള്ള രാജ്യങ്ങളെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കി കഴിയുമ്പോൾ ഓസ്ട്രേലിയ ഏകദേശം നമ്മുടെ ഇന്ത്യൻ ക്ലൈമറ്റുമായിട്ട് ചേർന്ന് പോകാവുന്ന ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ആണ് കൂടുതൽ സ്ഥലത്തും. സിഡ്നി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പറയാം ഓസ്ട്രേലിയയിലെ ഏറ്റവും ബെസ്റ്റ് ക്ലൈമറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ബാംഗ്ലൂർ വെതർ ആണ് അല്ലേ? അതെ. ഇപ്പം ബ്രിസ്ബെയിനിൽ ഇന്ത്യൻ വെതറാണ്, കേരള വെതറാണ്. ബ്രിസ്ബെയിൻ്റെ മേലിലേക്ക് പോകും തോറും നമുക്ക് അങ്ങനെ എല്ലാ സാധനങ്ങളും പ്രൊഡക്ഷൻ, അഗ്രികൾച്ചർ ആയിക്കോട്ടെ എല്ലാം ഇവിടെ നടക്കും. നിങ്ങൾക്ക് പ്രമുഖ ഇൻസ്റ്റാഗ്രാം വ്ളോഗേഴ്സിൻ്റെയൊക്കെ വീഡിയോ, കേരളത്തിൻ്റെ മിനിയേച്ചർ ഓസ്ട്രേലിയ അല്ല ഇത് ഞങ്ങൾ ടൗൺസ്വില്ലിൽ നിന്ന് ആ വീഡിയോ ചെയ്യുന്ന ഓസ്ട്രേലിയൻ മലയാളി. തെങ്ങ്, മാവ്, പ്ലാവ് എല്ലാം ഉണ്ട് നമ്മുടെ നാട് പോലെ തന്നെ. ഓക്കെ, അടുത്ത പോയിന്റ് വർക്ക് ലൈഫ് ബാലൻസ്. വർക്ക് ലൈഫ് ബാലൻസിൻ്റെ കാര്യത്തിൽ സൂപ്പർബാണ് ഓസ്ട്രേലിയ. 9 to 5 വർക്ക് കൾച്ചർ നന്നായിട്ടുണ്ട്. ഒരു ഹാഫ് ആൻ അവർ ബ്രേക്കൊക്കെ വെച്ചിട്ട് Monday to Friday എന്നുള്ളൊരു വർക്ക് കൾച്ചറുണ്ട്. ഫ്രൈഡേസിൽ ആഫ്റ്റർനൂൺ അവർ ചില്ലാണ്. അപ്പോൾ ശരിക്കും 5 മണി കഴിഞ്ഞ് ബോസ് നമ്മുടെ ടീം മെമ്പേഴ്സിനെ വിളിക്കുന്നൊരു സാഹചര്യം ഇല്ല. അങ്ങനെ വിളിക്കുകയാണെങ്കിൽ സോറി പറഞ്ഞിട്ടേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അങ്ങനെ എന്തെങ്കിലും എക്സ്ട്രാ വർക്ക് ചെയ്യേണ്ടി വന്നാൽ അത് തീർച്ചയായും കോമ്പൻസേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. അപ്പോൾ ഞങ്ങളും ഈ ഹൊല വേൾഡ് നമ്മുടെ ഇന്ത്യ ഓഫീസും ഒരു ഓസ്ട്രേലിയൻ കമ്പനിയായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ Monday to Friday 9 to 5 ഞങ്ങളത് ശീലിച്ചതുകൊണ്ട് നമ്മുടെ ടീം മെമ്പേഴ്സിനോടും അങ്ങനെ പറയാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങളും വളരെ ഹാപ്പി ആയിട്ട്, എല്ലാവർക്കും ജോലി മാത്രമല്ല ഒരു ജീവിതം കൂടിയുണ്ട്, നമ്മളെല്ലാം ജോലി ചെയ്യുന്നത് ജീവിക്കാൻ വേണ്ടിയാണ് എന്ന് എപ്പോഴും ഓർപ്പിപ്പിക്കുന്ന ഒരു രാജ്യമാണ് ഓസ്ട്രേലിയ. ആ വർക്ക് ലൈഫ് ബാലൻസ് എന്നുള്ള ഒരു ഒറ്റ പോയിന്റ് കൊണ്ടാണ് ഇവിടെ വന്ന് പഠിച്ചിട്ട് തിരിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളും ജോലിക്ക് കയറി കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിൽ തന്നെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ടേക്ക് എ വൈസ് ഡിസിഷൻ. പോയിന്റ് നമ്പർ 2, പ്രൊട്ടസ്റ്റിൻ്റെ കാര്യത്തിൽ കുറവാണ് വെൻ കമ്പയർഡ് ടു അതർ വെസ്റ്റേൺ കൺട്രീസ് ലൈക്ക് കാനഡ, USA ഓർ അയർലൻഡ്. അപ്പോൾ ഇവിടെ അങ്ങനെ മാർച്ച് നടന്നിട്ടുണ്ട്. അതായത് വയസ്സായിട്ട് ഇവർ ഈ ഒരു മൈഗ്രേഷൻ ഒരു പ്ലാനിങ് ലെവൽ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരെ എടുക്കുന്നില്ലാത്തത് കൊണ്ട് ഇവിടുത്തെ കൾച്ചറും ഒക്കെ ആയിട്ട് നമുക്ക് അത്യാവശ്യം ഇടകലർന്ന് പോകാൻ സാധിക്കുന്നുണ്ട്. ഒരു മൾട്ടി കൾച്ചറൽ കൺട്രിയാണ് ഓസ്ട്രേലിയ. എന്നിരുന്നാലും നമുക്ക് ഇപ്പം പേര് കേട്ട ഇപ്പം ഈ അടുത്ത നാളിലാണ് നമ്മളൊരു പ്രൊട്ടസ്റ്റ് കേട്ടത്. അത് പക്ഷെ വലിയ കാര്യമില്ലാത്ത ഒരു കാര്യത്തിനായിരുന്നു. അത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഇതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും പ്രൊട്ടസ്റ്റിൻ്റെ കാര്യത്തിലും ഒക്കെ ഈ വളർന്നു വരുന്ന ഫാർ റൈറ്റ് പൊളിറ്റിക്സ് നോക്കുമ്പോൾ ഓസ്ട്രേലിയ ഇപ്പോഴും ഭരിക്കുന്നത് അങ്ങനെ ഒരു ഫാർ റൈറ്റ് പാർട്ടി അല്ല, ഫാർ റൈറ്റ് ആയിട്ടുള്ള ഒരു മെന്റാലിറ്റി ഇവിടെ വന്നിട്ടും ഇല്ല ഇതുവരെ. അതായത് ഇവിടുത്തെ ഒരു പ്രശ്നം കൊണ്ട് അങ്ങനെ നടന്നിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെയാണ് ആ കാര്യത്തിലും ഓസ്ട്രേലിയ ഈസ് ദ സേഫസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ കുറച്ച് കുട്ടികളെങ്കിലും അങ്ങനെ നടന്നു എന്ന് പറഞ്ഞ് പേടിച്ച് നിൽക്കുന്നുണ്ട് അതെ, അങ്ങനെയൊക്കെ പേടിച്ച്. പക്ഷേ അങ്ങനെ കൺഫ്യൂസ്ഡ് ആവേണ്ട ഒരു ആവശ്യമില്ല. ഒരു ഡീറ്റെയിൽ റിസർച്ച് നടത്തിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓസ്ട്രേലിയ ഈസ് സ്റ്റിൽ ദ ബെസ്റ്റ് പ്ലേസ് ടു സ്റ്റഡി. ഒന്നാമത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ഫസ്റ്റ് പോയിന്റ് PR സാധ്യത. വെൻ കമ്പയർഡ് ടു അതർ വെസ്റ്റേൺ കൺട്രീസ് PR ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. ഇന്നും എപ്പോഴും എന്ന് പറയാം. ഇടയ്ക്ക് കാനഡ അങ്ങനെ ഒരു സ്പോട്ടിലുണ്ടായിരുന്നു. പക്ഷേ കാനഡയിലെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്. ഒരുപാട് ആപ്ലിക്കൻസ് അവിടെ വന്നതിൻ്റെ ഒരു കോമ്പറ്റീഷൻ ലെവലുണ്ട്. അത് റീജിയണൽ ഏരിയാസിലേ അവിടെ PR കിട്ടാൻ എളുപ്പമാവുന്നുള്ളൂ. ആ റീജിയണൽ ഏരിയാസ് നമ്മുടെ ഓസ്ട്രേലിയയുടെ റീജിയണൽ ഏരിയാസുമായിട്ട് കമ്പയർ ചെയ്യാനേ പറ്റത്തില്ല. മഞ്ഞിൽ മൂടിക്കിടക്കുന്ന ജാനമനിൽ ബേസിൽ കിടന്ന പോലത്തെ സ്ഥലങ്ങളുണ്ട്. പക്ഷേ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഇവിടുത്തെ റീജിയണൽ ഏരിയാസ് ആർ ഫാർ ബെറ്റർ ദാൻ കനേഡിയൻ റീജിയണൽ ഏരിയാസ്. സോ ഇത് ലിവബിൾ ആണ്. എന്ന് വെച്ച് പഠിക്കാൻ വരുന്ന എല്ലാവർക്കും PR കിട്ടുമെന്നുള്ളതല്ല, അതിന് കഷ്ടപ്പാടുണ്ട്, ഇല്ലെന്നല്ല, അതുണ്ട്. അപ്പോൾ അതിന് വയസ്സായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക. ഇപ്പോൾ BBA BCom പോലെയുള്ള ആൾക്കാരെ IT മാത്രം സെലക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അതൊരു ടഫായിട്ട് തോന്നിയേക്കാം. അപ്പോൾ നന്നായിട്ട് പഠിച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അല്ലെ അതിൻ്റെ കൂടെ പാരലലി നിങ്ങൾക്ക് കോൺഫിഡൻറ്റ് ഇനഫ് അല്ലല്ലോ ജോലിയിൽ ലാൻഡ് ചെയ്യാനെന്ന് തോന്നിയാൽ പാരലലി നിങ്ങൾക്ക് ചെയ്യാവുന്ന PR-ലേക്ക് ലീഡ് ചെയ്യുന്ന പ്രോഗ്രാംസിലേക്ക് ഗൈഡ് ചെയ്യാനും ഹൊല വേൾഡിനെ പോലെയുള്ള ക്വാളിഫൈഡ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിന് സാധിക്കും. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഇതിപ്പോൾ നമ്മളെ സെല്ല് ചെയ്യാൻ വേണ്ടി പറയുന്നതായിട്ട് തോന്നരുത്. ഓസ്ട്രേലിയയിൽ
ഉള്ളതിൻ്റെ അഡ്വാൻറ്റേജ് നിങ്ങൾ എപ്പോഴും നോക്കണം. ഇപ്പോൾ പലരും പറയും ചിലപ്പോൾ ഞങ്ങൾ ഓതറൈസ്ഡ് ഏജൻ്റാണ് യൂണിവേഴ്സിറ്റിയുടെ എന്ന് പറയുന്ന പോയിന്റിൽ നിങ്ങൾ ഒരിക്കലും അങ്ങനെ തീരുമാനം എടുക്കരുത്. അതുകൊണ്ട് മാത്രമായില്ല ഓതറൈസ്ഡ് ഏജൻ്റ് ആവുന്നത് കൊണ്ട് റിയാലിറ്റി എന്താണെന്നും ഓസ്ട്രേലിയയിലെ പ്രശ്നങ്ങൾ എന്താണെന്നും മനസ്സിലാക്കി അതിന് സൊല്യൂഷൻ കൊടുക്കാൻ കൂടി കഴിവുള്ളവരെ അങ്ങനെ പറയാവുള്ളൂ. അങ്ങനെ പറഞ്ഞ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമുക്ക് ഇവിടെ വരുന്ന കോഴ്സ്. അതായത് ഇവിടെ പഠിക്കാൻ വരുന്ന കുട്ടികളുടെ അവർ പഠിക്കാൻ വരുന്ന കോഴ്സിന് സാധ്യത ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ PR ലിസ്റ്റിൽ ഇല്ലായിരുന്നു. കുറേ അധികം കുട്ടികളും പഠിച്ച് കഴിഞ്ഞിട്ടാണ് മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ പഠിക്കാൻ വരുമ്പോഴാണ് മനസ്സിലാക്കുന്നത്. പ്രമുഖമായ പല കൺസൾട്ടൻസികളും നമ്മളെ ടാർഗറ്റ് ചെയ്ത് വീഡിയോ ചെയ്യുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. വ്ളോഗേഴ്സ് പറയുന്ന കേൾക്കരുത് എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ അവർ പലരും വിടുന്നത് അവർക്ക് ടൈപ്പുള്ള യൂണിവേഴ്സിറ്റിയിലേക്ക് മാത്രം സെല്ല് ചെയ്യാൻ ശ്രമിക്കുന്നത് നമുക്ക് വളരെ എവിഡൻ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ സെല്ല് ചെയ്യുന്നതിൽ നിങ്ങൾ വീഴരുത്. നിങ്ങൾ നിങ്ങളുടേതായ റിസർച്ച് ചെയ്യുക. അതിനാണ് ഈ ചാനൽ ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്നത്. ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നമ്മളിവിടെ ഉള്ളവരാണ്. അതെ. അപ്പോൾ നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ ഉണ്ട്. അപ്പോൾ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നവർക്ക് PR-ലേക്കുള്ള ഒരു പാത്വേ നമ്മൾ ഉറപ്പായിട്ടും പറഞ്ഞു കൊടുക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ പറയുന്നത് പോലെ അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും. അപ്പോൾ ഇത് ഞങ്ങളെ കൊണ്ട് പറയിപ്പിച്ചതാണ്. എനിക്കിങ്ങനെ പറയണമെന്ന് ആഗ്രഹമില്ല. ഞങ്ങൾ വി ആർ ഹിയർ ടു ഗീവ് ഇൻഫർമേഷൻ, നോട്ട് ടു എക്സ്പ്ലോയിറ്റ് എനി സ്റ്റുഡൻറ്റ് ഇൻ ഓസ്ട്രേലിയ. ഞങ്ങൾ സ്റ്റുഡൻ്റ് ആയിരുന്നു എന്നുള്ളത് കൊണ്ട് വി ഓൾവേസ് അണ്ടർസ്റ്റാൻഡ് ദ പെയിൻ. നമ്മൾ എത്ര എഫോർട്ട് ഇട്ടാണ് ഇവിടെ വരുന്നതെന്ന് മനസ്സിലാവും. ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ഓതറൈസ് റെപ്രസെൻറ്റേറ്റീവാണ്, ഞങ്ങൾ ഏറി മെമ്പറാണ്. ഇതിലൊന്നും യാതൊരു കാര്യമില്ല. ക്വാളിഫൈഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കൺസൾട്ടൻ്റ് ആവണം. ഓസ്ട്രേലിയയിലെ ബോർഡുമായിട്ട് ചേർന്ന് വർക്ക് ചെയ്യുന്നവരായിരിക്കണം. അപ്ഡേറ്റ്സ് കറക്റ്റായിട്ട് മനസ്സിലാക്കുകയും മാനിപ്പുലേറ്റ് ചെയ്യാതെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഇൻഫർമേഷൻ തരുന്നവരായിരിക്കണം. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആർക്കും നല്ലൊരു ഏജൻ്റായി മാറാൻ പറ്റും. ഇതിനകത്ത് വലിയ ഒരു റോക്കറ്റ് സയൻസ് ഒന്നുമില്ല. അതിലിപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറയാം. ഹെൽത്ത് സയൻസ് പ്രോഗ്രാം അല്ലെങ്കിൽ ഹെൽത്ത് കെയർ മാനേജ്മെന്റ് എന്ന് പറഞ്ഞ പ്രോഗ്രാം യൂണിവേഴ്സിറ്റീസ് നമ്മുടെ അടുത്ത് പറയാറുണ്ട്. അതിലേക്ക് കുട്ടികളെ ഒരുപാട് ആവശ്യമുണ്ടെന്ന്. പക്ഷെ നമ്മൾ യൂണിവേഴ്സിറ്റീസിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നമ്മൾ അതിലേക്ക് കൂടുതൽ കുട്ടികളെയും പറഞ്ഞു കൊടുത്തില്ല. കാരണം അത് PR ലിസ്റ്റിലില്ല, കിട്ടാൻ സാധ്യതയില്ല അങ്ങനത്തെ. കാരണം നമ്മൾ വഴി വരുന്ന കുട്ടികൾ കൂടുതലും PR കൂടെ വേണം എന്ന് മനസ്സിലാഗ്രഹിച്ച് വരുന്ന കുട്ടികളാണ്. അപ്പോൾ അവർക്ക് നമ്മൾ ആ ജോലി സാധ്യതയും എല്ലാം പരിഗണിച്ചിട്ടായിരിക്കും പറയുന്നത്. ഒരിക്കലും പ്രോഗ്രാം സെല്ല് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ഒരു നല്ല ഏജന്റ് ആണോ എന്ന് നോക്കാം. ഒരു കാര്യം നോക്കുക, നന്നായിട്ട് ഇൻഫർമേഷൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം ക്ലാരിറ്റിയോടെ ട്രാൻസ്പെറൻസിയോടെ തരുന്ന ഏജൻസിയെ സെലക്ട് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയയിൽ പഠിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. പിന്നെ ഓസ്ട്രേലിയയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ടഫ് ആയതുകൊണ്ട് നിങ്ങൾ നോർമൽ ഏജൻസിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവർ നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കി വേറൊരു രാജ്യത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് കാണാറുണ്ട്. സ്ട്രിക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അത് വേണമെന്ന് പറയുന്നവരെ മാത്രമേ ഓസ്ട്രേലിയയിലേക്ക് അവർ ചാനലൈസ് ചെയ്യാറുള്ളൂ. ഇങ്ങനത്തെ മൾട്ടിപ്പിൾ റീസൺസ് ആണ്. അപ്പോൾ നിങ്ങൾ റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓസ്ട്രേലിയ തന്നെയാണ് നമ്പർ 1 ലൊക്കേഷൻ ടു സ്റ്റഡി എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം when compared to other Western countries. That's all for today's video. This is Jaswin and just signing out from Hola World YouTube channel.